വളരെ സന്തോഷമുണ്ട്. കുറേ നാളായി കാത്തിരിക്കുകയായിരുന്നു റിസൾട്ടിന് വേണ്ടി. അപ്പോൾ അത് കിട്ടുമ്പോൾ ഒരു തീരുമാനമായി. അതന്നെ. എന്താണ് ഫ്യൂച്ചറായിട്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കാണെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യാൻ പോവുകയാണ് IIT ബോംബെയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അവിടെ ചെന്നൊന്ന് നോക്കണം. അവിടെ ഡിസൈഡ് ചെയ്തിട്ടില്ല അങ്ങനെ. എന്താണെന്നാണ് ഒരു അംബിഷൻ ഉള്ളത്? ഇപ്പോഴാണെങ്കിൽ ഒരു ആക്ച്വലി ESC എഴുതി ഗവൺമെൻറ് ജോബ് കിട്ടാനാണ് ആഗ്രഹം. പക്ഷേ അത് ഉറപ്പില്ല. നോക്കിയിട്ട് പറയാമെന്നാണ് പറയാനുള്ളൂ എൻ്റെ പറ്റി. പഠനമൊക്കെ എങ്ങനെയായിരുന്നു? ഇതിനൊരു പ്രത്യേകം പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? സ്കൂളിൽ നിന്ന് പഠിക്കുന്നതല്ലാതെ ഞാൻ കോച്ചിങ്ങിന് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ. അപ്പോൾ അതുണ്ട്. മറ്റവിടെ സ്കൂളാണെങ്കിൽ ഭാരതീയ വിദ്യാഭവൻ ഇരിഞ്ഞാലക്കുട ഇവിടുത്തെ. കോച്ചിങ്ങിനുണ്ടായിരുന്നു വീക്കെൻഡിന് സാറ്റർഡേ സൺഡേ അവിടെ തൃശ്ശൂരിൽ ബ്രില്യൻസിൽ. വീട്ടിലാണെങ്കിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അച്ഛനമ്മയാണെങ്കിൽ അവിടെയൊക്കെ എല്ലാം എന്താണ് സ്കൂളിലായാലും അറേഞ്ച് ചെയ്തായിരുന്നു. പറഞ്ഞാൽ ഇത് രണ്ടും ക്ലാഷ് ആവാറുണ്ടല്ലോ ഇടയ്ക്ക്, കോച്ചിങ്ങും സ്കൂളൊക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് സംസാരിച്ചൊന്ന് ശരിയാക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3 ആഴ്ചയിൽ അവിടേക്ക് പോകും. ഇനി ആഗ്രഹമൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ ഹരിക്ക് ഇങ്ങനൊരു അച്ചീവ്മെന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് റാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം? ഹാപ്പി ആക്ച്വലി. നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യായിരുന്നു. കാരണം എൻട്രൻസ് ഏപ്രിലിൽ നടന്നതാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വന്നായിരുന്നു. അപ്പോൾ 100% സ്കോർ ഉണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ +2ൻ്റെ മാർക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ദെൻ ആ നോർമലൈസേഷൻ പ്രോസസ്സിൻ്റെ ഇതിൽ അങ്ങനെ ലേറ്റ് ആയത് കാരണം ഇത്ര നീണ്ടു. അപ്പോഴേ ഒരു 6 റാങ്കിനകത്ത് വരും എന്ന് അറിയായിരുന്നു, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് അറിയില്ലായിരുന്നു. ദാറ്റ് വാസ് ദ ഓൺലി തിങ്. ഹാപ്പി ടു ബി അച്ചീവ്. +2 PCM ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ഓൾസോ ടോട്ടൽ 99.2 ഉണ്ടായിരുന്നു. JEE എൻട്രൻസിനും നല്ല സ്കോർ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 646. എങ്ങനെയാണ് അവൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ വീട്ടിൽ? പഠിത്തമൊക്കെ ഒറ്റയ്ക്കുള്ള പഠിത്തങ്ങളാണ്. നമ്മളാകെ കൂടി സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രം. പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലാതെ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റൊന്നും ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ ഇസ് ഓൺ സ്റ്റഡി. അല്ല, ചേച്ചിയുണ്ട്. അവൾ 4th ഇയർ BA LLB ഹൈദരാബാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യും. നാഷണൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് നൽസാറിൽ. വീട്ടിലെന്തെങ്കിലും വല്ല സ്പെഷ്യലായിട്ട് പഠനത്തിന് ഭക്ഷണക്രമങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ഭക്ഷണക്രമങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും ഇമിറ്റേറ്റ് ചെയ്യേണ്ടാത്ത ഭക്ഷണക്രമങ്ങളാണ്. ഭക്ഷണം അത്ര ഹെൽത്തി ഫുഡിൻ്റെ ആളൊന്നും ഇല്ല. ഉറക്കം വരുന്നവരെ പഠിക്കും, ഉറങ്ങും. അലാം വെച്ച് എണിക്കലൊന്നുമില്ല. ഉറക്കം മാറുമ്പോൾ എണിക്കും. അങ്ങനെ സ്കൂള് ഉള്ളപ്പോൾ മാത്രമേ അങ്ങനെ അലാം വെച്ച് എണിപ്പിക്കുള്ളൂ.